5000 പുരുഷന്മാരെ പന്തിക്കിരുത്തിയത് ശിഷ്യന്മാരാണ്. കർത്താവ് എന്താ അങ്ങനെ പറഞ്ഞു? ഈ 12 പേര്, ഈ 5000 പേരെ 50 വീതം പന്തിക്കിരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ 10, 200, 250 പേരടങ്ങുന്ന ഒരു മീറ്റിംഗ് വെച്ച് അത്രയും പേരെ ഒന്ന് ഇരുത്തുന്ന പാട് നമുക്കറിയാം. കാരണം ആദ്യത്തെ പന്തിക്കിരിക്കാനുള്ള തെള്ളാണേ. അപ്പൊ ആളുകളെ ബ്രദർ ഇച്ചിരി ഒന്ന് മാറിയിരുന്നിട്ട് എങ്ങനെ പറഞ്ഞാലും ചിലർ ഭിത്തിയെ പറ്റി തൂങ്ങി നിൽക്കും. കാരണം ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പണിയാ. അപ്പൊ 5000 പുരുഷന്മാരെ 12 പേരാ ഇരുത്തിയത്. മനസ്സിൽ കണക്ക് കൂട്ടി നോക്ക്, ചില്ലറ ക്ഷീണമാണ്. ഇനി ഇത്രയും പേർക്ക് വിളമ്പിയതും ഈ ശിഷ്യന്മാരാ. എനിക്ക് തോന്നുന്നു കർത്താവിന് ഈ ബൊഫേ സിസ്റ്റത്തോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. വാസ്തവത്തിൽ അന്ന് അതായിരുന്നു വിജയിക്കുന്നത്. കാരണം 5000 പേരെ. പക്ഷെ വിളമ്പാൻ എളുപ്പം. എന്നെ 50 വീതമേ ഒരു പന്തിയിൽ ഉള്ളൂ. അപ്പൊ ചടേന്ന് വിളമ്പിപ്പോകാം. അപ്പം മീനും അല്ലേ ഉള്ളൂ, അപ്പം 2 ഐറ്റം അല്ലേ ഉള്ളൂ. അപ്പം 12 പേര് 5000 പേർക്ക് വിളമ്പി. അപ്പോൾ 5000 പേർക്ക് 12 പേര് വിളമ്പി എന്ന് പറയുമ്പോൾ ക്ഷീണം കൂടി. ഇരുത്തിയതിൻ്റെ ക്ഷീണം, വിളമ്പിയതിൻ്റെ ക്ഷീണം. പിന്നെ ഇത് കഴിഞ്ഞ് ഇവരും കഴിച്ചില്ലേ? ഇവര് 12 പേരും പിടിവിട്ട് കഴിച്ചാണ്. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ, കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ക്ഷീണമാണ്. അപ്പോൾ കഴിച്ചതിൻ്റെ ക്ഷീണം, ഇരുത്തിയതിൻ്റെ ക്ഷീണം, വിളമ്പിയതിൻ്റെ ക്ഷീണം, കഴിച്ചതിൻ്റെ ക്ഷീണം. ഇത് കഴിഞ്ഞാണല്ലോ 12 കൊട്ട വീതം ശിഷ്യന്മാർക്കെല്ലാം കൊടുത്തത്. ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് അക്കരയ്ക്ക് പോകാൻ യേശു ശിഷ്യരോട് പറയുന്നത്. യേശു അവരെ നിർബന്ധിക്കേണ്ടി വന്നതിന്റെ കാരണം അതാണ്. അവിടെ എഴുതിയിരിക്കുന്ന യേശു അവരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. അപ്പൊ നിർബന്ധിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. ക്ഷീണമുണ്ട്. ഇത്രയും പേരെ ഇരുത്തുകയും ഇത്രയും പേർക്ക് വിളമ്പുകയും അതിനുശേഷം കഴിക്കുകയും ചെയ്തപ്പോ നല്ല ക്ഷീണം ഇവർക്കുണ്ട്. അക്കരയ്ക്ക് പോകാൻ ഒട്ടും താല്പര്യം ഇവർക്കില്ലായിരുന്നു. മനസ്സില്ല മനസ്സോടെ നിന്നതുകൊണ്ടല്ലേ യേശുവിന് അവരെ നിർബന്ധിക്കേണ്ടി വന്നത്. സന്തോഷം, നല്ല സന്തോഷം ലഭിച്ച ഒരു സന്ദർഭത്തിന് തൊട്ടു പുറകെ ആ മുഴുവൻ സന്തോഷവും ചോർന്നു പോകുന്ന ഒരു സംഭവത്തിലേക്കാണ് ഇവര് കയറിയത്. ഒരു സന്തോഷത്തിന് പുറകെ സന്തോഷിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി. ഇത് ദൈവമക്കൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മുടെ എപ്പോഴും സന്തോഷം മാത്രം പ്രതീക്ഷിക്കരുത്. വലിയ ആനന്ദവും വലിയ ആഹ്ലാദവും വലിയ സന്തോഷവും നിറഞ്ഞു നിന്ന ഒരു സന്ദർഭത്തിനു പുറകെ സങ്കടവും വേദനയും വേവലാതിയും തോന്നുന്ന ഒരു പ്രതിസന്ധിക്കകത്തേക്കാണ് ശിഷ്യന്മാർ പോയത്. നാം, ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോഴും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരും.